ധന്യ കൊല്ലം ആയൂരിൽ ഒരു തുണിക്കടയിൽ ഉടമയും ജീവനക്കാരിയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം അതിപ്പോൾ കൊലപാതകമാണെന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. എന്താണ് വിവരം? ശരിയാണ് പ്രമിളേട്ട. കഴിഞ്ഞ ദിവസമേ നമ്മൾ ഇത്തരത്തിലൊരു പ്രാഥമികമായ നിഗമനം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു എന്നുള്ളൊരു വാർത്ത നൽകിയിരുന്നു. ഈ അലി എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി ലാവിഷ് ടെക്സ്റ്റൈൽസ് എന്നാണ് ആയൂരിലെ ടെക്സ്റ്റൈൽസിന്റെ പേര്. ഈ ടെക്സ്റ്റൈൽസ് നഗരമധ്യത്തിൽ നിന്ന് കുറച്ച് അകത്തേക്കാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾത്തിരക്കോ ബഹളങ്ങളോ ഒന്നും തന്നെ ഈ ടെക്സ്റ്റൈൽസിലില്ല. തുടക്കത്തിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കച്ചവടം കുറഞ്ഞ സമയത്ത് ഈ ആളുകളെ ജീവനക്കാരെയൊക്കെ ഇവർ കുറച്ചു. പിന്നീട് 3-4 ജീവനക്കാർ മാത്രമേ ഈ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ദിവ്യ. ആദ്യം കുറഞ്ഞ ശമ്പളത്തിൽ വന്ന ആളാണ് ദിവ്യ. പിന്നീട് ഈ കടയിലെ മറ്റ് ജീവനക്കാരെല്ലാം കുറച്ചു കഴിഞ്ഞപ്പോൾ ദിവ്യയും അലിയും തമ്മിൽ നല്ല അടുപ്പത്തിലായി. അത് സൗഹൃദത്തിലേക്ക് മാറി. ആ സൗഹൃദം ദിവ്യയെ എല്ലാം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് അലി മാറി എന്നുള്ളതാണ്. അതായത് ഈ ടെക്സ്റ്റൈൽസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന തരത്തിലേക്ക്, എല്ലാവരെയും നിയന്ത്രിക്കുന്നതും എല്ലാ വരവ് ചിലവ് കണക്കുകളും എല്ലാം നിയന്ത്രിക്കുന്ന, സാമ്പത്തികം മുഴുവൻ നിയന്ത്രിക്കുന്നത് ദിവ്യയിലേക്ക് മാറി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ അലിക്ക് ഇവിടെ മാത്രമല്ല, ഇതേ ഭാഗത്ത് തന്നെ ഒരു ഫർണിഷിംഗ് ഷോപ്പും ഉണ്ട്. അത് പാർട്ട്ണർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ദിവ്യ നോക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ദിവ്യയുടെ തന്നെ ദിവ്യ നിൽക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. ഭർത്താവ് രാജീവിന്റെ വീട്ടിലാണ്. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. വലിയ വേറെ പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു കുടുംബ ജീവിതമാണ് ദിവ്യയുടേത്. അപ്പോൾ ഈ ദിവ്യയും അലിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ തുണിയെടുക്കാനായിട്ട് പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസവും അത്തരത്തിൽ ഭാര്യ തുണിയെടുക്കാനായിട്ട് പോയതായിരിക്കും. കാരണം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ രാത്രി 8 മണിയാകുമ്പോൾ വീട്ടിൽ വിളിച്ച് പറയും, ഇങ്ങനെ തുണിയെടുക്കാൻ ഇന്നത്തെ ദിവസം പോകുന്നുണ്ട്, പർച്ചേസിന് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരില്ല എന്നുള്ളത്. ഇത് സ്ഥിരം ആയതുകൊണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് തുണിയെടുക്കാനായി ഇവർ ഈ കോയമ്പത്തൂരും മുംബൈയിലും ഒക്കെ പോകുന്നത് കൊണ്ട് വീട്ടുകാർക്കറിയാം. പിന്നെ രാജീവിന് ഭാര്യ അതിവിശ്വാസവുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അയാൾക്ക് ഭാര്യ സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സമൂഹം കാണുന്നത് പോലെ ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ അല്ല. എനിക്ക് തോന്നുന്നു അയാൾ കുറച്ചുകൂടി സമൂഹത്തിലെ കുറച്ചുകൂടി കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനത്തെ സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ രാത്രി 8 മണിയായിട്ടും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഇടത്തോ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് പിറ്റേന്ന് രാവിലെ പോയി നോക്കാം എന്നാണ് കരുതിയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ കടയിലെത്തുന്നു, ജീവനക്കാരെ വിളിക്കുന്നു. അപ്പോൾ ജീവനക്കാരെ തലേ ദിവസമേ വിളിച്ച് ചോദിച്ചപ്പോൾ കടയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുന്നത് വരെ, ഇനി തുണിയെടുക്കാനായിട്ട് പോകുന്നതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ രാജീവ് ഭാര്യയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഇദ്ദേഹം രാത്രി 1 മണി വരെ നിരന്തരം ഫോണിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഭാര്യ. പക്ഷെ അപ്പോഴൊക്കെ മൊബൈൽ ഓഫാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ജീവനക്കാരൊക്കെ രാവിലെ വന്നു, ഈ ഭർത്താവും വീട്ടുകാരും വന്നു. പിന്നെ ഡോറ് തുറന്നു, ഷട്ടർ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അകത്ത് ഈ വലിയൊരു ഗോഡൗൺ ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഗോഡൗൺ. ആ ഗോഡൗണിൽ നിന്നാണ് ഈ ആളുകൾക്ക്, ഈ ജീവനക്കാരിൽ ഭക്ഷണം കഴിക്കുന്നത്, വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ജനൽ അഴിയിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്ന് ആ ഗോഡൗണിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് 2 പേർ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഇത് നമ്മൾ ഇന്നലെ വരെ കേട്ട സംഭവമാണ്. ഇന്നലെ തന്നെ പോലീസിന് അതൊരു സംശയം ഉണ്ടായിരുന്നു, അതൊരു കൊലപാതകമാണോ. കാരണം ഈ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് താഴെയായി ബിയർ കുപ്പികളും ഗ്ലാസുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ചിന്നിച്ചിതറി കിടക്കുക. അതായത് ഒരു മൽപ്പിടുത്തം ഉണ്ടായതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉള്ളതായിട്ടാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ദിവ്യയെ സാമ്പത്തികം മുഴുവൻ ഏൽപ്പിച്ചിരുന്നത് കൊണ്ട് അതിൽ ചെറിയ തിരിമറികൾ നടന്നതായി അലി സംശയിച്ചിരുന്നു. പിന്നീട് അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചപ്പോൾ തന്നിൽ നിന്ന് ഒരുപാട് തുക നഷ്ടമായി. അതായത് ഈ സൗഹൃദം നടിച്ചുകൊണ്ട് തന്നിൽ നിന്ന് സാമ്പത്തിക നേട്ടമാണ് ദിവ്യ മോഹിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയ അലി പിന്നീട് അതിന്റെ പേരിൽ തമ്മിൽ കലഹവും വഴക്കമുണ്ടായി. ഈ ദിവ്യ ഒരു വീട് പണി നടത്തുകയായിരുന്നു. ഈ വീട് പണിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായി ചില തിരിമറികൾ ദിവ്യ നടത്തി എന്നതുമായി ബന്ധപ്പെട്ട് അലിയും ദിവ്യയും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അത് അവിടുത്തെ ജീവനക്കാരും കണ്ടിട്ടുള്ളതാണ്. ഈ ദിവസവും ഈ മരണപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ദിവസവും ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായതെന്നാണ് പറയുന്നത്. ആ വഴക്കിനിടയിൽ അബദ്ധത്തിലാണോ മനഃപൂർവ്വമാണോ ഈ സ്ത്രീയെ തീർത്തത് എന്നറിയില്ല. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതൊരു പോലീസിന്റെ ഒരു നിഗമനം മാത്രമാണ്. പോലീസിന്റെ അങ്ങനെ നിഗമനം തെറ്റാറില്ല എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അബദ്ധത്തിൽ ഒരാൾ മരിച്ചപ്പോൾ ചിലപ്പോൾ ദിവ്യ അബദ്ധത്തിൽ കൊന്നതിന് ശേഷം ഇനി ജീവിച്ചിരുന്നാൽ അത് തൻ്റെ കുടുംബ ജീവിതത്തെ തന്നെയും ബാധിക്കും. സമൂഹത്തിൽ തനിക്കൊരു നാണക്കേടുണ്ടാകും. ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം ചേർത്ത് വെച്ച് ചിലപ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് താൻ ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കാം ദിവ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം അലിയും കയറി തൂങ്ങിയത്. അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി ഉണ്ടായതിൻ്റെ ഈ കള്ളത്തരം പിടിച്ചതിൻ്റെ പേരിൽ ഒരുപക്ഷെ അലിയെ കൊന്നിട്ട് ദിവ്യ തൂങ്ങിയതാണോ എന്നറിയില്ല. പക്ഷെ ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് കെട്ടിത്തൂക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും സംശയമാണ്, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും ആയൂരിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. കാരണം ദിവ്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിലൊന്നും ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല. അവർ ജോലിക്ക് പോകുന്നു, വരുന്നു, 2 പെൺമക്കളാണ്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്. ഇത്തരത്തിൽ പിന്നെ ഒരു സൗഹൃദം ഉള്ള കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് വലിയ പിടിപാടില്ല. എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നു, വരുന്നു എന്നുള്ളതിനപ്പുറം നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നു, വരുന്നു, ഇതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിലിരിക്കുന്നവർ അന്വേഷിക്കുന്ന കാര്യമില്ലല്ലോ, അവർ അന്വേഷിക്കാറുമില്ല. അപ്പോൾ അത്തരത്തിലൊരു വിശ്വാസത്തിന് പുറത്ത് ജോലിക്ക് വിട്ടിരുന്നു. ഒരുപക്ഷെ സൗഹൃദം മാത്രമായിരിക്കാം, അതിലപ്പുറം ഒന്നും ഉണ്ടാകില്ല, സൗഹൃദം മാത്രമായിരിക്കാം. പക്ഷേ ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ സാമ്പത്തികം വരുമ്പോഴാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരാളെ വിശ്വസിച്ച്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് കരുതി നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. നമ്മളില്ലാത്ത സമയത്ത് തിരിമറി നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത് ആ തിരിമറി നടത്തി എന്നതിനപ്പുറം നമ്മളെ വഞ്ചിച്ചു എന്നുള്ള ഒരു വലിയൊരു മാനസിക പ്രശ്നമായിരിക്കും നമ്മളവിടെ ഉണ്ടാകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി ആയിരിക്കണം ഈ ഒരു മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. എന്തായാലും 2 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബ ജീവിതമാണ്. ആ കുടുംബം തകർന്നു എന്ന് പലിയുടെ കുടുംബമായാലും ദിവ്യയുടെ കുടുംബമായാലും കുടുംബം തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കൂ. ഇപ്പോൾ പോലീസ് പറയുന്നത് സംഭവം ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഒരാളുടേത് കൊലപാതകമാകാനുള്ള സാധ്യതയാണ് പോലീസ് തള്ളിക്കളയാത്തത്. ദിവ്യയുടെയും അലിയുടെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. വസ്ത്ര വ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിന് വേണ്ടിയാണ് വിശാലമായ മുറി സജ്ജമാക്കിയിരുന്നത്. ദിവ്യമോൾ അടക്കം ഇവിടെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നത്, വിശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ കടയിലെ ഓഫീസ് മാനേജറായ ദിവ്യമോൾ അടുത്ത സുഹൃത്തായിരുന്നു എന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. അതായത് ആദ്യം ഒരു സെയിൽസ് ഗേൾ ആയിട്ട് വന്നതാണ് ഈ ദിവ്യമോൾ എന്ന് പറയുന്ന പെൺകുട്ടി. പിന്നീട് ഈ അലിയുമായുള്ള സൗഹൃദം വലിയ രീതിയിലായപ്പോൾ, നല്ല രീതിയിൽ സൗഹൃദമായപ്പോൾ അലിക്കൊരു വിശ്വാസം വന്നപ്പോഴാണ് അലി മാനേജർ ആക്കുന്നതും. പിന്നീട് ഈ ടെക്സ്റ്റൈൽസ് ഇയാൾ മാസത്തിൽ 1-2 തവണ മാത്രമേ ഈ ടെക്സ്റ്റൈൽസ് വരൂ. അപ്പൊ ആ സമയത്ത് ഇവർ തമ്മിൽ ആ സമയത്താണ് തുണിയെടുക്കാനായി പുറത്തു പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഉത്തരവാദിത്വവും മറ്റും ദിവ്യമോളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും പോയി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത്. കഴിഞ്ഞ ദിവസം ദിവ്യമോൾ വീട്ടിൽ തിരിച്ചെത്താതെ വന്നപ്പോഴാണ് വീട്ടുകാർക്ക് സംശയം തോന്നുന്നത്. അവർ വിളിക്കുന്നത് എന്തെങ്കിലും പർച്ചേസിന് പോയേക്കാമെന്നാണ് വീട്ടുകാർ കരുതിയത്. എന്നാൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. 2 പെൺകുട്ടികളുടെ മാതാവാണ് ദിവ്യമോൾ. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ഫർണിച്ചറുകളുടെ മറ്റ് വിപണനത്തിനായി എത്തിയ അലി 5 വർഷം മുമ്പ് ചടയമംഗലം മേടയിൽ ഫർണിച്ചർ ഷോറൂം തുടങ്ങി. സുഹൃത്ത് മലപ്പുറം സ്വദേശി ഷാനവാസ് ആയിരുന്നു ബിസിനസ് പങ്കാളി. ഇവിടെ ചെറിയ ശമ്പളത്തിൽ 3 വർഷം മുമ്പ് സെയിൽസ് ഗേളായി എത്തിയതാണ് ദിവ്യമോൾ. അവിടെ തുടങ്ങിയ സൗഹൃദമാണ് അവസാനം മരണത്തിലേക്ക് കലാശിച്ചത്.